അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ ആയിട്ടുള്ള രാജൻ ജോസഫ്, ചിലർക്കെങ്കിലും അറിയായിരിക്കും ആളെ. എനിക്ക് വലിയ പരിചയമില്ല, ഞാൻ ഇപ്പോഴാണ് ആളെ പറ്റി അറിയണത്. അപ്പൊ ഈ രാജൻ ജോസഫ് എന്ന് പറഞ്ഞ യൂട്യൂബറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോ അറസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പിള്ളേർ പോയിട്ട് ആളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു. പോലീസ് ജീപ്പ് വളഞ്ഞ് 20ഓളം പേര് പോലീസ് ജീപ്പ് വളഞ്ഞ് ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പിന്നെ ആക്രമിച്ചതുകൊണ്ട് 1-2 തല്ലി കിട്ടിയതുകൊണ്ട് ആ വീഡിയോയില്, പിന്നെ പോലീസുകാർക്കും തല്ലി കിട്ടി. അപ്പൊ അതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. അപ്പൊ അതില് ഈ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആള് മുൻപ് CPIയിലും ഇപ്പൊ കോൺഗ്രസിലാണെന്ന് അറിയാൻ സാധിച്ചത്. ആ വ്യക്തിനെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ ആ സ്ത്രീ ഈ ആൾക്കെതിരെ ഒരു പരാതി കൊടുത്തു. അപ്പൊ അതിന് കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഉള്ള പ്രശ്നമാണിത്. ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴാണ്. അപ്പോ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നു. അപ്പോൾ അതിനെതിരെ ഈ രാജൻ ജോസഫൊക്കെ വീഡിയോ ചെയ്യലും യൂട്യൂബില് വീഡിയോ ഇട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളോട് ഒന്ന് പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് തല്ല് കിട്ടിയത് നന്നായുള്ളോ അല്ലെങ്കിൽ കയ്യിലിരിപ്പിന്റെയാണ്. എന്നിട്ടാ ആ തല്ലാനായിട്ട് യൂത്ത് കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാ ശ്രീനാദേവിക്ക് വിഷമം. DYFIക്കാരും വരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഈ രാജൻ ജോസഫ് പണ്ട് CPM നേതാക്കളും കുറ്റം പറഞ്ഞത്, അതുകൊണ്ട് DYFI SFIയും ഈ തല്ലാൻ വരാത്തത് മോശമായി എനിക്കാണ് പറയണത് ഈ ശ്രീനാദേവി. അതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എങ്ങാനും DYFI തല്ലി കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. എന്നിട്ട് DYFI അക്രമം നടത്തിയും അതാന്നൊക്കെ. യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ആർക്കും വലിയ മിണ്ടാട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമകള്, നമ്മുടെ യൂട്യൂബിലുള്ള അടിമകളായിട്ടുള്ള ആരോഗ്യ മറുനാടൻ മലയാളി രാഹുൽ ഈശ്വർ, പിന്നെ അതുപോലെ മാങ്കൂട്ടത്തിന്റെ ടീമിലുള്ള കുറെ പേര് ഇത് വലിയ കാര്യമായിട്ട്, അതായത് എന്നിട്ടാ യൂട്യൂബ് മാലിന്യത്തിന് കിട്ടാനുള്ളത് കിട്ടി, അല്ലെങ്കിൽ നന്നായുള്ള രാജൻ ജോസഫിന് തല്ലി കിട്ടിയത്, അങ്ങനെ ഭയങ്കര യൂത്ത് കോൺഗ്രസിന്റെ അക്രമം അനുകൂലിച്ചു ഒരു ടീം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീം. പിന്നെ എന്നിട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പറയണത് സ്ത്രീത്വത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികള് യൂട്യൂബിലുള്ള ഈ മാലിന്യങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ കുറെ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. ആളുദ്ദേശിച്ച് നമ്മുടെ മറുനാടൻ മലയാളിനൊക്കെ ആയിരിക്കും നല്ല യൂട്യൂബേഴ്സ് ആയിട്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നമുക്ക് നല്ലതും നമ്മളെ നന്നായിട്ട് പറയണവരും നല്ലതും നമുക്കെതിരെ പറയണവരും പൊട്ട എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഈ വിഷയത്തില് ഈ ശ്രീനാദേവി കുഞ്ഞമ്മേനെ അധിക്ഷേപിച്ച വീഡിയോസിനെ കുറെ നോക്കി, ഈ രാജൻ ജോസഫിന്റെ യൂട്യൂബിൽ കുറെ നോക്കി, ഒരുപാട് വീഡിയോ ഉണ്ട് ആളുടെ. അപ്പൊ അതിലൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പൊ ആർക്കും അതുണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എന്തിനുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക, എവിടെ കണ്ടു കിട്ടാന്നുള്ളത്. അപ്പൊ അതെനിക്കറിയില്ല. അപ്പൊ ഇവര് തമ്മിൽ എന്തൊരു കറക്റ്റിൽ ഉണ്ടായ, അല്ലെങ്കിൽ എന്താണ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് കുറെ തപ്പി നോക്കി, കാണാൻ സാധിച്ചില്ല. അപ്പൊ ഇതിൽ മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാര് ഈ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിട്ട് ഇയാളെ തല്ലി, അല്ലെങ്കിൽ ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആലോചിക്കണം. പിന്നെ പോലീസുകാരുടെ ആൾക്ക് കിട്ടി തല്ലി കിട്ടിയെന്ന് വരെ അറിയാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൾക്കാരൊന്ന് ചിന്തിക്കുക, പൊതുജനം ചിന്തിക്കുക. ഈ യൂത്ത് കോൺഗ്രസിന്റെ പകരം അവിടെ DYFI SFI അല്ലെങ്കിൽ CPM പ്രവർത്തകരായിരുന്നെങ്കിൽ എന്തായിരിക്കും മാധ്യമങ്ങൾ ഉണ്ടാക്കണം എന്നൊരു പുകില് ചിന്തിച്ചു നോക്കിയ. അതാണ് ഈ കോൺഗ്രസിന് കിട്ടുന്ന ഒരു മാധ്യമ കൺസെഷൻ എന്ന് പറയും. അത് ആൾക്കാർക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഓഫ് കോഴ്സ് കോൺഗ്രസിനേക്കാൾ അക്രമം കൂടുതൽ CPM തന്നെയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ പുണ്യാളന്മാരല്ല കോൺഗ്രസിലുള്ളവര്. പറഞ്ഞ മനസ്സിലായില്ലേ? അക്രമം വരുമ്പോ രണ്ടിനും ഒരുപോലെ ചേർക്കണം. അതാണ് മാധ്യമ ധർമ്മം. അതൊന്നും ആർക്കും ഇല്ല, എല്ലാവർക്കും പക്ഷമുണ്ട്. അപ്പോ ഇപ്പൊ ആൾക്കാർ ചിന്തിക്കുക, ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പകരം അവിടെ DYFIയുടെ പിള്ളേരായിരുന്നു, അല്ലെങ്കിൽ SFIയുടെ പിള്ളേരായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ആൾക്കാരൊന്നും ചിന്തിച്ചു നോക്കുക. അതായത് ഇപ്പൊ എങ്ങാനും ഈ രാജൻ ജോസഫിന് പകരം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു നോക്കി, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ SFIയുടെ അല്ലെങ്കിൽ DYFI പിള്ളേര് വളഞ്ഞ് തല്ലിന്ന് നോക്കി, മാധ്യമങ്ങളിൽ വരുന്ന സംഭവം എന്നിട്ടായിരിക്കും ആലോചിച്ച് നോക്കിയേ. ഏഷ്യാനെറ്റിന്റെ ഒരു 10 ദിവസത്തേക്കുള്ള അന്ത്യചർച്ചയ്ക്കുള്ള ഒരു വകുപ്പായി. പറഞ്ഞ മനസ്സിലായ ആൾക്കാർ ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ ആലപ്പുഴയില് പോലീസ് പിണറായി വിജയന്റെ നവകേരളയുടെ ദിവസം തല്ലി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പുകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജിത് കുമാറിന്റെ പുറത്താണെന്നവരെ, ADGP അജിത് കുമാറിന്റെ പുറത്താണെന്നവരെ പറഞ്ഞ് ഏഷ്യാനെറ്റിൽ അന്ത്യചർച്ചകളല്ല ദിവസം. അപ്പൊ ആൾക്കാർ ചിന്തിക്കുക, അതിന്റെ വേറെ സംഭവം ഉണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന മുൻകാലങ്ങളിൽ എന്തോരം DYFI SFI പിള്ളേർ തല്ലിയുണ്ട്. പറഞ്ഞ മനസ്സിലായ? അപ്പൊ അന്ന് ആരെങ്കിലും അയ്യോ എന്നെ തല്ലി എന്ന് പറഞ്ഞ് ഒരു മാധ്യമങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ലേ? കുറച്ചെങ്കിലും വന്നിട്ടുണ്ടാവും ഈ CPM അനുകൂല ചാനലുകൾ, അല്ലാണ്ട് ആരും വന്നിട്ടില്ലേ? അതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു കൺസെഷൻ ഉണ്ട് കോൺഗ്രസിന്. അത് ജനം മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ കൊടുക്കുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവർക്കൊരു വളമായി, ഇവർക്ക് നാളെ എന്തും ചെയ്യാം. ഇപ്പൊ നാളെ ഇപ്പൊ അധികാരം കോൺഗ്രസിനുണ്ട്. ഇനിയിപ്പോ ഇവർക്ക് ഉണ്ടായതും കൂടി കാണിച്ച് മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതായത് ഈ ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്ത വന്നിരുന്നു, അതായത് യൂട്യൂബർ രാജൻ ജോസഫിനെ പോലീസ് സ്റ്റേഷനിൽ കൈയേറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അതില്
ഇതൊക്കെ വലുതാക്കി എഴുതി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിയിൽ എന്നുള്ളത് ചെറുതാക്കിയിട്ട് എഴുതുള്ളൂ. ആ സ്ഥാനത്ത് ഡിവൈഫൈക്കാരാണ് അത് ചെയ്തെന്നുണ്ടെങ്കിൽ ഡിവൈഫൈയുടെ അക്രമം എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൽ ഘോരഘോരം വലിയ ടെസ്റ്റിൽ എഴുതുവരും. പറഞ്ഞു മനസ്സിലായ? അതാണ് അവരുടെ ഒരു ഡുവൽ സ്റ്റാൻഡേർഡ്സ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ചോയ്സ് ഇന്ന ചാനലിൽ തന്നെ വാർത്ത കണ്ട് വിശ്വസിക്കാന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ ഇലക്ഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അന്തം കമ്മികളെ ഏഷ്യാനെറ്റ് പറ്റിച്ചിട്ടുണ്ട്. അതായത് ഏഷ്യാനെറ്റുകാര് നിഷ്പക്ഷരാണെന്നുള്ളൊരു കാപഡ്യം നിറഞ്ഞ ഒരു ഫേസ് വെച്ചിട്ട് പക്ക CPM വിരുദ്ധതയാണ് തുപ്പിക്കൊണ്ടിരുന്നത്. അവർ ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞൊരു 10 പേര് കൊണ്ടിരുത്തും. ഈ 10 പേര് എന്ന് പറഞ്ഞ ആൾക്കാരും നിങ്ങൾ അവരുടെ ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കാണാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫക്രുദ്ദീൻ അലി എന്ന് പറഞ്ഞ ആളെ ഏഷ്യൻ കൊണ്ടിരുത്താറുണ്ട്. ഈ വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഈ വ്യക്തി ഓരോ യൂട്യൂബ് ചാനലുകൾ കൊടുക്കുന്ന അഭിമുഖങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ BJP അനുകൂല രീതിയാണ് ആൾക്ക്. അല്ലെങ്കിൽ ആള് വരണ ചാനലുകൾ അല്ലെങ്കിൽ ആള് യൂട്യൂബില് ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കുന്ന ചാനലുകളൊക്കെ BJP അനുകൂല ചാനലുകളാ. അവരുടെ അജണ്ട അതാണ്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഈ ഏഷ്യാനെറ്റിന്റെ അജണ്ട ആൾക്കാർ മനസ്സിലാക്കുക. ഈ അറിയാത്തവര് അറിയണവരല്ലെങ്കിൽ ഇപ്പൊ അത് അറിഞ്ഞിട്ടും അവിടെ നിൽക്കുന്ന ആൾക്കാർ അതൊന്നും നമുക്ക് വിഷയമുള്ളതല്ല. ഇപ്പൊ ഈ അന്തം കമ്മിയായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതായത് ഈ ഏഷ്യാനെറ്റ് കണ്ടിട്ട് നിങ്ങൾ CPM വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനല് ആരുടെ ഉടമസ്ഥതയിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥത കമ്പനി എന്ന് പറയുന്നത് ഒരു ജുപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനിയാണ്. അതിനെ നിയന്ത്രിക്കുന്നതും അതിന്റെ ഉടമസ്ഥനായിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷനും MLA ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പോ ഏഷ്യാനെറ്റിൽ അപ്പൊ ആൾക്കാർ ചിന്തിക്കുക അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അതിനൊറ്റ കാര്യമുള്ളൂ, കോൺഗ്രസിനെ തളർത്തി കഴിഞ്ഞാൽ ഒരിക്കലും BJPക്ക് വളരാൻ പറ്റില്ല. BJPക്ക് വളരണമെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് കിട്ടണം. കോൺഗ്രസിനെ തളർത്തിയാലും ഈ ഹിന്ദു വോട്ട് ബാങ്ക് കിട്ടില്ല. അവിടെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് കൂടുതൽ. അപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് വേണമെങ്കിൽ കോൺഗ്രസിനല്ല തകർക്കേണ്ടവർക്ക് CPM-നെയാണ്. അപ്പൊ CPM-നെ തകർത്താൽ മാത്രമാണ് BJPക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അഡ്ജ് കിട്ടുള്ളൂ. പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ ഏഷ്യാനെറ്റ് അജണ്ട എന്ന് വെച്ചാൽ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ കോൺഗ്രസിനെ തന്നെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അധികാരത്തിൽ എത്തിക്കണം. ഒപ്പം തന്നെ CPM ഇപ്പൊ പ്രതിപക്ഷത്തുള്ളത് അവരെ മാറ്റിയിട്ട് BJP-നെ ആക്കണം. അതാണ് അവരുടെ അജണ്ട. അത് ആൾക്കാർക്ക് അറിയാത്തൊരു ശ്രദ്ധിക്കുക. അപ്പോ അതിനുവേണ്ടി അവർ ചെയ്യാന്ന് ചെയ്യുന്ന ഹിന്ദു വോട്ട് കിട്ടാനായിട്ട് മറ്റേ ശബരിമല പോലത്തെ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ എടുത്തോടും. ഒപ്പം തന്നെ അത് ഭയങ്കര അന്തിചർച്ചയിൽ വരും. ഒപ്പം തന്നെ ഇവർക്ക് CPM-ലുള്ള അണികളെ CPM-ആയിട്ട് തെറ്റിക്കണം. അതിനൊരു അജണ്ട. ഈ കണ്ണൂർ മറ്റേ ഈ വിമതരൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ വിമതരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുക, G സുധാകരനെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഏഷ്യൻ്റെ ചെയ്യണം. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വെറുപ്പ് ഉണ്ടാക്കണം അണികൾ. കാരണം അണികൾ പോയാൽ CPM ഒന്നുമല്ല. ഇപ്പൊ പിണറായിനെ കണ്ടില്ല. ഇപ്പൊ പിണറായി നഗ്നനാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് പിണറായിക്ക് പാർട്ടി ഒപ്പമുണ്ട്, അധികാരമുണ്ട്, അല്ലെങ്കിൽ ഒപ്പമുള്ള നേതാക്കൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ പിണറായിക്ക് എന്ന് പറഞ്ഞാൽ അധികാരവും ഇല്ല, പാർട്ടിയിലും പ്രശ്നങ്ങൾ, അണികളൊപ്പമില്ല സപ്പോർട്ട് ചെയ്യാൻ. പണ്ടൊക്കെ പിണറായിനെ എന്തെങ്കിലും പറയുമ്പോൾ കമന്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ഇപ്പോൾ മിണ്ടാനുള്ള പിണറായിയുടെ തന്തയ്ക്ക് വിളിച്ചാൽ ആൾക്കാർ കേട്ടിരിക്കുക. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ ഈ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് മാത്രമല്ല ഇപ്പൊ മറുനാടൻ മലയാളി പോലത്തെ യൂട്യൂബ് ചാനലൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് അന്തം കമ്മികൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾക്കാണ് ഇത് കൊട്ടണേ. അണ്ട് ഇപ്പൊ ഈ ഏഷ്യാനെറ്റ് പറയണല്ലേ നേതൃമാറ്റം വേണം, പിണറായിനും ഗോവിന്ദനെയും മാറ്റണം എന്ന് പറയില്ലേ. നാളെ അടുത്ത ആൾ കൊണ്ടുവരുമ്പോൾ അടുത്ത ക്യാപിറ്റൽ ഇറക്കി അവരും ആക്ഷേപിച്ചിട്ട്. പറഞ്ഞു മനസ്സിലായ? അവർക്ക് എങ്ങനെ CPM-നെ തകർക്കണം അത് നിങ്ങൾ മനസ്സിലാക്കുക. CPM-നെ തകർക്കലാണ് ഇവരൊക്കെ അജണ്ട. അപ്പൊ അത് മനസ്സിലാക്കുക. എന്നിട്ട് CPM-കാര് പുണ്യാളന്മാരെന്ന് ഞാൻ പറയില്ല, അവർക്കും കയ്യിലിരിപ്പിന്റെ കുറേ ഉണ്ട്. അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും അജണ്ടകളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പരമാവധി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം.